കേരള PSC, SSC, UPSC, അതുപോലെ RRB, പിന്നെ നമ്മുടെ ബാങ്കിങ് എക്സാം, ഓൾസോ നമ്മുടെ ആർമി, നേവി, എയർഫോഴ്സ്, പിന്നെ പാരാമിലിറ്ററി, കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ ഡിഫൻസ് എക്സാംസ്. സോ ഇതിനൊക്കെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആയിരുന്നു ഡെയിലി നമ്മൾ ഡേ ബൈ ഡേ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതിന്റെ 5ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 5th ഡേയിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നിരിക്കുകയാണ്. 5ാമത്തെ ഡേയിലേക്ക് നമ്മൾ ഓരോ ഇൻഡിവിജ്വൽസും കടന്നിരിക്കുകയാണ്. ഓരോ വ്യക്തികൾക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഇത് പ്രൊവൈഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് കടക്കാം. സോ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊക്കെ ഓഗസ്റ്റ് മന്തിലുള്ളതാണ് കേട്ടോ. ഇന്നലെ നമ്മളൊരു വർക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ആൻസർ ഇവിടെ ഒരു ഉദ്യോഗാർത്ഥി അടയാളപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ തന്നിട്ടുണ്ടായിരുന്നത് എന്നാണ് ആർമി ഡേ എന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആർമി ഡേ വരുന്നത് എല്ലാ വർഷവും 15-നാണ്, അതായത് ജാനുവരി 15-നാണ്. ഈ വർഷം ഉണ്ടായിരുന്നത് 2026 ജാനുവരി 15. സോ 78ാമത്തെ നമ്മൾ തരാത്തൊരു വർക്കും കൂടി ഉദ്യോഗാർത്ഥി ഇവിടെ, അതായത് ആ സുഹൃത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 78th ആനിവേഴ്സറി ആയിരുന്നു ഇത്തവണ, അതായത് 78ാമത് ആർമി ഡേ ആയിരുന്നു ഇത്തവണ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ തീം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇയർ ഓഫ് നെറ്റ്വർക്കിംഗ് ആൻഡ് ഡാറ്റ സെൻട്രസിറ്റി എന്നായിരുന്നു അതിന്റെ ഈ വർഷത്തെ തീം വരുന്നത്. അപ്പൊ അതും ഇമ്പോർട്ടന്റ് ആണ്. ഡിഫൻസ് എക്സാംസിന് എസ്പെഷ്യലി അത് ഇമ്പോർട്ടന്റ് ആണ്. PSCക്കൊന്നും ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കാറില്ല, പക്ഷെ ആർമിയുടെയും കാര്യങ്ങളൊക്കെ ചോദിക്കാറില്ല എന്ന് പറഞ്ഞാൽ കുറവാണ്, ചോദിക്കില്ല നല്ല കുറവാണ്. പക്ഷെ ബാക്കിയുള്ള ഡിഫൻസ് എക്സാമിന് ക്രൂഷ്യൽ ആണ്, അതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് 1ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇതൊക്കെ എല്ലാ എക്സാമിനും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒന്ന് തന്നെയാണ്. ലാസ്റ്റ് ഒരു വർക്കും തരാം. സോ 22 മുതലാണ് നമ്മൾ 22 മുതലാണ് നോക്കുന്നത്. കാരണം ഇന്നലെ നമ്മൾ നോക്കിയത് 21 വരെയായിരുന്നു. സോ അതിന്റെ ബാക്കി നമുക്ക് നോക്കാം. എന്നും പറയുന്നത് പോലെ ഒരുപാട് നമ്മൾ കവർ ചെയ്തിട്ട് ഒന്നും കിട്ടാത്തതിൽ നല്ലതാണ് കുറച്ച് നമ്മൾ കവർ ചെയ്തിട്ട് എല്ലാം നമ്മുടെ ഉള്ളിലാക്കി എടുക്കുന്ന, അതായത് മനസ്സിലാക്കി എടുക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത്, അതിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. സോ 22ാമത്തെ ക്വസ്റ്റ്യൻ, ആർട്ടിമിസ് അക്കോർഡ്സിന്റെ ഭാഗമായി നാസയുടെ മൂൺ ബേസ് പദ്ധതിയിൽ പങ്കെടുക്കാൻ ISRO ക്ഷണിച്ച സംഘടന ഏതാണെന്ന ചോദ്യം. സിമ്പിൾ ആണ്. എന്താ സംഭവം, നിങ്ങളൊരു കല്യാണം കഴിക്കുകയോ അല്ലെങ്കിൽ വീട് വെക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പരിപാടിക്ക് മറ്റുള്ളവരെ വിളിക്കാനുള്ള അധികാരമായിരിക്കും നിങ്ങൾക്ക് തന്നെ ആയിരിക്കില്ല. അപ്പൊ നാസയുടെ പരിപാടിക്ക് ക്ഷണിക്കാനായിട്ട് നാസ തന്നെയാണ് ചെയ്തിട്ടുള്ളത്, നാസയാണ് വിളിച്ചിട്ടുള്ളത്. ഈ ഒരു കാര്യം കറണ്ട് അഫയേഴ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചോദ്യം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തത്. സോ നാസയുടെ ഫുൾ ഫോം മനസ്സിലാക്കി വെച്ചാൽ നന്നായിരിക്കും എന്ന് പ്രത്യേകം പറയുകയാണ്. നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ ആണ് ഫുൾ ഫോം വരുന്നത്. അമേരിക്കൻ ബേസ്ഡ് ഇതാണ്, അമേരിക്കൻ അതോറിറ്റി, അല്ലെങ്കിൽ അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്പേസ് ഏജൻസിയാണ് നമ്മുടെ നാസ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രൈവറ്റ് ഏജൻസിയാണ്, അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് ഏജൻസിയാണ് സ്പേസ് എക്സ് എന്ന് പറയുന്നത്. അത് ഇലോൺ മസ്കിന്റെ കീഴിൽ അണ്ടറിൽ വരുന്നതാണ്. ഇലോൺ മസ്ക് ആരാന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. നമ്മുടെ ട്വിറ്റർ അതിന്റെ പേര് എക്സ് ആക്കി മാറ്റിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതായത് എക്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം വാങ്ങിയത് ഇലോൺ മസ്ക് ആണ്. അതുപോലെ ടെസ്ല ഇലോൺ മസ്കിൻ്റെതാണ്. അതുപോലെ തന്നെ ന്യൂറാലിങ്ക് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്, അത് ഇലോൺ മസ്കിൻ്റെതാണ്. അങ്ങനെ ഒരുപാടധികം സയന്റിഫിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കമ്പനികളും പല കാര്യങ്ങളും ഇലോൺ മസ്കിന്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പുതിയ റോബോട്ട് ടെസ്ല ഇറക്കുന്നുണ്ട്, ഹ്യൂമനോഡ് റോബോട്ട്സും കാര്യങ്ങളും, അത് പല കാര്യങ്ങളുണ്ട്. ജസ്റ്റ് അത് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ലോകത്തിൽ ഏറ്റവും വലിയൊരു കോടീശ്വരനാണ്. അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ ആയിട്ട് കയറി വരുന്ന സാധ്യതയുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇപ്പം സംസാരിച്ചു പോയത്. അപ്പൊ ഇതിന്റെ ഉത്തരം നമ്മൾ ഓർത്തിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 2024-25 വർഷങ്ങളിലെ സംഗീത് നാടക് അക്കാദമി അവാർഡ് പ്രധാനമായും ഏത് മേഖലയെ ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ അവാർഡ് ഈയിടെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ചോദ്യം പ്രസിദ്ധമാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുമ്പോഴാണ് ഈ ചോദ്യം നമ്മൾ ആഡ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം നടന്നതുകൊണ്ടാണ് ഇവിടെ കൊടുത്തത്. അപ്പോൾ ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. കല അല്ലെങ്കിൽ ആർട്സ് ആണ് അതിന്റെ ഉത്തരം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 2026 ഇന്റർനാഷണൽ ലിംഗ്വിസ്റ്റിക്സ് ഒളിമ്പിയാഡ്, അതായത് IOL, ഇന്ത്യ എത്ര മെഡലുകൾ നേടിയെന്നാണ് ചോദ്യം. ഏകദേശം 4 നേടിയതായിട്ട് കാണാൻ സാധിക്കും. 1 സ്വർണ്ണ മെഡലും 3 വെങ്കല മെഡലുമാണ് നേടിയിട്ടുള്ളത്. സോ അതേ ചോദ്യം ഇവിടെ വന്നത് കാണാൻ സാധിക്കും. 25ാമത്തെ ചോദ്യം, 2026 ഇന്റർനാഷണൽ ലിംഗ്വിസ്റ്റിക് ഒളിമ്പിയാഡ് IOL നടന്നത് ഏത് രാജ്യത്താണെന്ന് ചോദ്യം വന്നത് കാണാൻ സാധിക്കും. റൊമാനിയാണ് ഉത്തരമായിട്ട് വരുന്നത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ, ലോക അവയവ ദിനം, അതായത് അവയവദാന ദിനമാണ് കേട്ടോ ചോദിച്ചിട്ടത്. ഓർഗൻ, അതായത് വേൾഡ് ഓർഗൻ ഡൊണേഷൻ ഡേ ആണ് പറയുന്നത്. എല്ലാ വർഷവും ഏത് തീയതിയിലാണ് ആചരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. August 13 ഇതിന്റെ ഉത്തരം എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാം. അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. ലോക ജൈവ ഇന്ധന ദിനം, അതായത് വേൾഡ് ബയോഫ്യൂവൽ ഡേ. ഇപ്പൊ E20 അതുപോലെ E100 ഒക്കെ വരുന്നുള്ള ഒരു റൂമർ അതും ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ എല്ലാ വർഷവും ഏത് തീയതിയിലാണ് ഇത് ആചരിക്കുന്നത്? വേൾഡ് ബയോഫ്യൂവൽ ഡേ എന്ന് പറയുന്നത് അത് August 10 ശ്രദ്ധിച്ചിരിക്കാം. ഇനി August 9 നമ്മൾ നോക്കുകയാണെങ്കിൽ അന്ന് കുറച്ചധികം ഡേയ്സ് ഇമ്പോർട്ടന്റ് ആണ്. ലോക ദേശീയ ജനങ്ങളുടെ അന്താരാഷ്ട്ര ദിനം, അതായത് ഇന്റർനാഷണൽ ഡേ ഓഫ് ദി വേൾഡ്സ് ഇൻഡിജീനിയസ് പീപ്പിൾസ്. ആ ഡേ വരുന്നത് എപ്പോഴാണ്? August 9. അതുപോലെ മറ്റൊരു ദിനമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നാഗസാക്കി ഡേ, അതായത് നാഗസാക്കി ദിനം വരുന്നത് August 9 ശ്രദ്ധിച്ചിരിക്കുക. ഓഗസ്റ്റ് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. 29ാമത്തെ ക്വസ്റ്റ്യൻ, മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ ആത്മകഥയായ
ട്രിംപ് ഓഫ് ദി ഇന്ത്യ റിപ്പബ്ലിക് മൈ ലൈഫ് ബൈ സ്ട്രഗിൾസ് എന്ന ഇതിന്റെ പേരാണ് കേട്ടോ. ഈ ഒരു പേരാണ് അത് വരുന്നത്. അതായത് ട്രിംപ് ഓഫ് ദി ഇന്ത്യൻ റിപ്പബ്ലിക് മൈ ലൈഫ് മൈ സ്ട്രഗിൾസ് എന്ന് പറയുന്നത് ഈ ഒരു ആത്മകഥയുടെ പേരാണ് കേട്ടോ. അത് ശ്രദ്ധിച്ചിരിക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2026 ഓഗസ്റ്റ് 12 ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ രാംനാഥ് കോവിന്ദിന്റെ നമ്മുടെ പ്രസിഡന്റ് ആണ്, രാഷ്ട്രപതി ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ബയോ, അതായത് ആത്മകഥ ഓഗസ്റ്റ് 12, 2026 പ്രധാനമന്ത്രി എന്ത് ചെയ്തിട്ടുണ്ട്, ന്യൂഡൽഹിയിൽ പ്രകാശനം, അതായത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രകാശനം അത് വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ചോദ്യമാണ്, രാംനാഥ് കോവിന്ദ് 2017 മുതൽ 22 വരെ ഇന്ത്യയുടെ 14ാമത് രാഷ്ട്രപതി ആയിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക. അടുത്ത ചോദ്യം 30ാമതാണ്. ICC മെൻ ODI വേൾഡ് കപ്പ് 2027 ആതിഥേയത്വം വഹിക്കുന്ന 3 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു. ആതിഥേയത്വം എന്ന് പറയുന്നത് മലയാളം വേർഡാണ്, അതായത് എവിടെ വെച്ച് നടക്കുന്നു എന്നാണ് ചോദ്യം. ദക്ഷിണാഫ്രിക്ക, സൗത്ത് ആഫ്രിക്ക, അതുപോലെ തന്നെ സിംബാബ്വെ എന്നാണ് പറയുക, സിംബാബ്വെ അവിടെ വെച്ചും, അതുപോലെ നെബീബിയ, ഈ 3 രാജ്യങ്ങളിൽ വെച്ചിട്ടാണ് ഇത് നടക്കുക എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത 31ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരം വരുന്ന ഉത്തർപ്രദേശാണ്. അപ്പൊ 31 ചോദ്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, വരും ദിവസങ്ങളിൽ മുമ്പോട്ടേക്ക് നോക്കാം. കുറച്ച് ഇപ്പം 10 ചോദ്യം നമ്മൾ ഇന്ന് നോക്കി, അതുപോലെ തന്നെ 10 ചോദ്യം നാളെ, അങ്ങനെയാണ് നമ്മൾ മുമ്പോട്ടേക്ക് പോകുന്നത്. അപ്പൊ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട.